Hi everyone, welcome back another video. Today I'm going to make bread masala. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. വലിയ രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്താൽ നന്നായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോസ് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഈ സമയം കൊണ്ട് ഉള്ളി തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതവിടെ കിടന്നാവട്ടെ, നമുക്ക് ഇത് നോക്കാം. ഇതിവിടെ വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് വഴറ്റിയെടുക്കണ്ടേ. നമുക്ക് ആ സമയം കൊണ്ട് ഇത് വഴറ്റിയെടുക്കാം. സ്ക്രാമ്പിൾ ചെയ്യുന്ന പരിപാടി പെട്ടെന്ന് കഴിയൂലേ. അപ്പോൾ അത് വാങ്ങി വരുന്ന സമയം കൊണ്ട് കുറച്ച് ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് ഞാൻ എടുത്ത് വെക്കുക. ഞാനൊരു 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡൊക്കെ ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്യണം. ചെറിയ സ്മോൾ സൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാല, ഇത് മൂന്നും കൂടി നമ്മൾ വഴന്ന് വരുന്ന സവാളയിലേക്ക് ആഡ് ആക്കണം. മസാല നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോയും സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും കൂടിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ മെയിൻ ഘടകം ബ്രെഡ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ മിക്സ് ആക്കണം, ശ്രദ്ധിക്കണം. സ്റ്റീലിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലാണ് നല്ലപോലെ മിക്സ് ആവുള്ളൂ കേട്ടോ. ഫൈനലി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടുനോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സോസും കൂടി കഴിച്ചാൽ നമുക്ക് ബാക്കി മാഗ്നേഷനൊക്കെ നമ്മുടെ വയ്ക്കില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.